സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മാത്രമല്ല ഗവർണർ തുടക്കമിട്ടത്. സർക്കാരിനെതിരെ കടുത്ത വിമർശനവും ഉയർത്തി. The future depends on what we are in our thoughts and actions. For this, we need institutions of higher education which are truly autonomous. കേരളം ആരോഗ്യകരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കണം. വിയോജിപ്പുകൾ ആക്രമണങ്ങളിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്നും അധികാരത്തിനായുള്ള മത്സരങ്ങൾ ഭരണനിർവഹണത്തെ ബാധിക്കരുതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. Dissent and differences of opinion are essential ingredients of democratic functioning, but dissent degenerating into violence, be it physical or verbal, is a betrayal of democracy. മേക്ക് ഇൻ ഇന്ത്യയിലൂടെ വന്ദേ ഭാരതും കൊച്ചി മെട്രോയും യാഥാർത്ഥ്യമായെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും മലയാളത്തിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. വളരെ നന്ദി. ജയ് ഹിന്ദ്. മുഖ്യമന്ത്രിക്ക് അടുത്താണ് ഗവർണർ ഇരുന്നതെങ്കിലും ഇരുവരും പരസ്പരം മുഖത്ത് നോക്കിയില്ല. ഇന്നലെ നിയമസഭയിലും ഇരുവരും മിണ്ടിയിരുന്നില്ല. മടങ്ങുമ്പോൾ ഗവർണർ തൊഴുതെങ്കിലും മുഖ്യമന്ത്രി ഗൗനിച്ചില്ല. ഭരണഘടന വധഭീഷണിയിലാണെന്നും ഇഷ്ടമല്ലാത്ത സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ വകവയ്ക്കുന്നില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പറഞ്ഞു. സെക്യുലറിസം, മത സാഹോദര്യവും മതനിരപേക്ഷതയും നിലനിന്നു പോവുക എന്നുള്ളതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. ആ സെക്യുലറിസവും വലിയ നിലയിലുള്ള ഭീഷണികൾ നേരിടുന്നു. ഭരണഘടനയാണ് രാജ്യത്തെ പ്രധാന പ്രാണപ്രതിഷ്ഠയെന്ന് ആലപ്പുഴയിലെ ചടങ്ങിൽ മന്ത്രി പി പ്രസാദ്. നമ്മുടെ ഭരണഘടന സവിശേഷതകൾ ഏറെയുള്ള ഒന്നാണ്. ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ പ്രാണൻ എന്ന് പറയുന്നത്. ആ പ്രാണനെയാണ് ഇന്ത്യ പ്രതിഷ്ഠിച്ചത്. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. കൊച്ചി കാക്കനാട് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി കെ രാജൻ പങ്കെടുത്തു. വയനാട്ടിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പതാക ഉയർത്തി. കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സല്യൂട്ട് സ്വീകരിച്ചു. പാലക്കാട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും തൃശൂരിൽ കെ രാധാകൃഷ്ണനും കൊല്ലത്ത് കെ ബി ഗണേഷ് കുമാറും അഭിവാദ്യം സ്വീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.